വൈദ്യുതി മന്ത്രി കൂടിയായ മണി ആശാന് ഷോക്കേറ്റപ്പോൾ എല്ലാം ആശാന്റെ ഗ്രാമീണ ശൈലി എന്ന് ന്യായീകരിക്കുന്ന പതിവിൽ നിന്ന് നേതാക്കളും മുഖ്യമന്ത്രിയും മാറിയേ പറ്റൂ. നാറുന്നവരെ ചുമന്നാൽ ചുമക്കുന്നവരും നാറും എന്നതല്ലേ സത്യം. പെമ്പിളി ഒരുമി എന്നത് നമ്മുടെ സംസ്ഥാനത്ത് നടന്ന ഒരു സ്ത്രീകളുടെ കൂട്ടായ്മയുടേതായ ഇടപെടലായിരുന്നു. അത് സംബന്ധിച്ച് എന്തെങ്കിലും അധിക്ഷേപമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞ ആളുമായിട്ടൊക്കെ സംസാരിക്കട്ടെ, എന്നിട്ടേ പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ഏത് പാർട്ടിയിൽപ്പെട്ട ആൾക്കാരാണോ ആ പാർട്ടികളും ഗൗരവമായി പരിശോധിക്കണം. ഈ കാര്യങ്ങൾ ഇഷ്ടം പോലെ എല്ലാവർക്കും എന്തും പറയാനുള്ള അവകാശമില്ല. ഓരോ ആളും സംസാരിക്കുമ്പോൾ മന്ത്രി എന്നുള്ളതിലുള്ള ഔന്നത്യം ഉയർത്തിപ്പിടിക്കുന്ന വിധത്തിലായിരിക്കണം പ്രതികരണങ്ങൾ നടത്തേണ്ടത്. അതിന് വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ നടത്താതിരിക്കാൻ എല്ലാവരും ജാഗ്രത പാലിക്കണം. സ്ത്രീകളുടെയും തൊഴിലാളികളുടെയും ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന, അതിനെ എതിർക്കുന്നതിനെ ആരുടെ ഭാഗത്തു നിന്നായാലും ഞാൻ ശക്തിയായിട്ട് എതിർക്കുന്നതാണ്. എനിക്ക് സ്ത്രീകളോടും അമ്മമാർ, സഹോദരിമാർ, ഒരമ്മ പ്രസവിച്ചല്ലേ എന്നെ, അല്ലേ? എനിക്ക് 5 പെൺകുട്ടികളുണ്ട്. അതിൽ തന്നെ 2 പേര് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. പഞ്ചായത്ത് പ്രസിഡന്റും ഏരിയ കമ്മിറ്റി മെമ്പറും ഒക്കെ ആയിട്ടുള്ളവരാണ്. ഞാനൊക്കെ അങ്ങനെ പറയുന്നത്, അവരെല്ലാം നാളെ മോശമാണെന്ന് ആരെങ്കിലും പറഞ്ഞെന്ന് അതെങ്ങനെ സമൂഹം കേൾക്കുന്നത്? എനിക്കത് അതിയായ ദുഃഖവും ഖേദമുണ്ട്. നമ്മളെ ഇതിൽ നിന്നൊന്നും ഒരു ഇതിൽ നിന്ന് നീ എങ്ങനെ വേഗം ഊരാന്ന് വിചാരിക്കണ്ട. നിന്നെ ഊരിക്കത്തില്ല, നീ ഊരി കാണട്ടാ. വീണ്ടും ഒരു ഇടവേള കൂടി. മര്യാദരാമനാവാത്ത മന്ത്രി അല്ലാത്തപ്പോ പറയുന്ന പോലെ മന്ത്രി ആയിരിക്കുമ്പോ പറയാൻ കൊള്ളുകയുള്ളൂ. അതോടെ എന്റെ വൃത്തികെട്ട സംസാരം ഈ നാക്കിന്ന് പോയി. ഇനി ഏത് പരമ നാറിയുടെ വീട്ടിൽ വേണോ എന്നെ ധൈര്യമായിട്ട് കൊണ്ടുപോവാ. സാധാരണക്കാരിൽ സാധാരണക്കാരനായ എം മണി മന്ത്രിയായപ്പോൾ ഇടുക്കിക്കാർ മാത്രമല്ല പലരും സന്തോഷിച്ചു. നന്നേ ചെറുപ്രായത്തിൽ തന്നെ കുടിയേറ്റ കുടുംബം പുലർത്താൻ തോട്ടം തൊഴിലാളി ആകേണ്ടി വന്നതിനാൽ ഔപചാരിക വിദ്യാഭ്യാസം അധികം നേടാനായില്ല. നമ്മുടെ ജനകീയ നേതാക്കളിൽ പലരും ഉയർന്നു വന്ന പശ്ചാത്തലം ഓർമ്മയുള്ളതുകൊണ്ട് മന്ത്രിയുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളെ ജനം തള്ളി. വിവാദങ്ങൾ പാർട്ടിയിൽ ഏണിപ്പടി വെച്ച് കയറാനും ആശാനെ സഹായിച്ചു. കേരളത്തിലെ പ്രമുഖ സിനിമാ ടാക്കീസുകളിൽ ഉടൻ പ്രദർശനം ആരംഭിക്കുന്നു. കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ. കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ നീ തന്നെയാണവേ. നീ പൊരിക്കടാ. ജമ്മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ ഒരു റസാത്തെ ആശപ്പെട്ടൊരു യോഗമെത്തിയടേ. അവൻ ഫോട്ടോ ജനിക്കാണ്. എന്താണ് ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ജനിച്ചവരെ. ഒന്ന് ചിരിച്ചേ. ഒച്ച ഫോട്ടോയിൽ കിട്ടൂല മിസ്റ്റർ, അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഒന്ന് പുഞ്ചിരിക്കൂ. സ്മൈൽ സ്മൈൽ. എന്നെ നോക്കൂ, ഇത് കിട്ടണം. 1, 2, 3 പ്രസംഗവും പൊതുയോഗങ്ങളിലെ കയ്യും കലാശവും കാട്ടിയുള്ള പ്രയോഗങ്ങളുമാണ് പാർട്ടി നേതാവ് എന്ന നിലയിൽ മണി ആശാനെ വിവാദ നായകനാക്കിയത്. ഞങ്ങളിൽ 13 പേര് 1, 2, 3, 4 ആദ്യത്തെ 3 പേരെ ആദ്യം കൊന്നു. വെടിവെച്ചാ കൊന്ന ഒന്നിനെ കുത്തിക്കൊന്നു, ഒന്നിനെ തനിക്കൊന്നു. ഇതാണ് ഹൈറേഞ്ചിലെ വിപ്ലവ സിംഹം സഖാവ് ശശിയാശാൻ. അവിടെ പോളിടെക്നിക്കില് ഞങ്ങളുടെ യൂണിറ്റാണ് പ്രവർത്തിക്കുന്നത്.
അവിടെ ചെന്ന് കാണും. അവിടെ എന്ത് കസേര വാതിലടച്ചിട്ടുണ്ട്. അവിടുത്തെ പ്രിൻസിപ്പൾ തന്നെ വേറെ ഇടപാടായിരുന്നു അവിടെ. ഞങ്ങൾക്ക് സംശയമുണ്ട് ഇപ്പം. അതാണ് ഒരു സ്ത്രീയാണ്, അവർക്കൊരുമാതിരി സൂക്കേടാ. ക്ലാസ് സ്കൂളിൽ എവിടെയെങ്കിലും വാതിലടച്ചിട്ട് പഠിപ്പീര് നടത്തും. അവിടെ പഠിപ്പീരല്ല, പിന്നെ വാതിലടച്ചിട്ട് വേറെ പണിയാ. മന്ത്രിയാവുമ്പോൾ വാക്കുകളും നന്നാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. നന്നായില്ലെന്ന് മാത്രമല്ല, കൂടുതൽ മോശമായെന്നാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾ കാണിക്കുന്നത്. മന്ത്രിയാണ് എന്ന ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെ എല്ലാ കാര്യങ്ങളും പ്രതികരിക്കണമെന്നുള്ളത് ശരിയാണുള്ളത്. സാമാന്യ ബുദ്ധിയല്ലേ. മന്ത്രി അല്ലാത്തപ്പോൾ പറയുന്ന പോലെ മന്ത്രി ആയിരിക്കുമ്പോൾ പറയാൻ കൊള്ളുകയുള്ളൂ. അതോടെ എന്റെ വൃത്തികെട്ട സംസാരം ഈ നാക്കിന്ന് പോയി. ഇനി ഏത് പരമ നാറിയുടെ വീട്ടിൽ വേണോ എന്നെ ധൈര്യമായിട്ട് കൊണ്ടുപോവാ. ഒരു തെണ്ടി ഞാൻ ഡീസന്റ് അല്ല എന്ന് പറയില്ല. സത്യം. വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.